ഇതിനു വേണ്ടി പരിപ്പ്, ഉള്ളി, തക്കാളി ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇടണം. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടണം. എന്നിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇനി ഉള്ളിയും തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. അങ്ങനെ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പരിപ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തിടാം. എണ്ണ ചൂടായ ശേഷം കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പൊട്ടി വരണം. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കായ്മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പച്ചമുളകൊന്നും ഇടുന്നില്ല, ഈ കായ്മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെന്ത പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. പരിപ്പിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇടാത്തത് കൊണ്ട് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാം നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇത് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.